നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മന്ത്രിമാരെ പാർട്ടിയെ മുഖ്യമന്ത്രിയും നിയന്ത്രിക്കുന്ന വിചിത്രമായ സ്ഥിതിവിശേഷമെന്ന് കെ മുരളീധരൻ. വിദ്യാഭ്യാസ രംഗം കുത്തഴിഞ്ഞ നിലയിൽ. ചാൻസലർ, വൈസ് ചാൻസലർ പോരെ കുട്ടികളുടെ ഭാവിക്ക് ഭീഷണിയാകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് പുതിയ വോട്ടർമാരായ വിദ്യാർത്ഥികൾ പഠനാവശ്യത്തിന് കേരളത്തോട് സലാം പറഞ്ഞതുകൊണ്ടെന്നും കെ മുരളീധരൻ. KPSTA സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പ് ഷൊർണൂരിൽ. ഒറ്റപ്പാലം ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനോടുള്ള നഗരസഭയുടെ അവഗണന അവസാനിപ്പിക്കണമെന്ന് അധ്യാപക രക്ഷാകർതൃ സമിതി. സ്കൂളിലെ CCTV ക്യാമറയുടെ പ്രവർത്തനാനുമതി വസ്തുതാവിരുദ്ധമായ പരാതിയെ തുടർന്ന് നിഷേധിച്ചത് പ്രതിഷേധാർഹം. വിദ്യാലയത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ നീക്കിവെച്ച 13 ലക്ഷം രൂപ നഗരസഭ പാഴാക്കി. നടപ്പു സാമ്പത്തിക വർഷം ഒരു പദ്ധതി പോലും നടപ്പാക്കിയില്ലെന്നും 2018 പുതിയ ഹയർ സെക്കൻഡറി കെട്ടിട നിർമ്മാണത്തിന് സർക്കാർ 3.5 കോടി രൂപ അനുവദിച്ചിട്ടും ഇതുവരെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചില്ലെന്നും PTA ഭാരവാഹികൾ. വേനൽ മഴയിൽ പറളി കോട്ടായി മേഖലയിൽ പരക്കെ നാശനഷ്ടം. മരം വീണ് തേനൂരിൽ വീട് ഭാഗികമായി തകർന്നു. വൈദ്യുതി പോസ്റ്റുകൾ തകർന്നതോടെ മേഖലയിൽ വൈദ്യുതി വിതരണം താറുമാറായി. മണ്ണൂരിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ ചാലെടുത്ത ഗ്രാമീണ റോഡുകൾ ചെളിക്കുളമായതോടെ യാത്രാക്ലേശം രൂക്ഷം. പ്രതിഷേധവുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. നടപടി ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗും രംഗത്ത്. ആടുജീവിതവും അനുവദിക്കാതെ അക്രമകാരികളായ തെരുവുനായ്ക്കൾ. ദേശമംഗലം ഒലിച്ചിയിൽ കൂട്ടമായെത്തിയ തെരുവുനായ്ക്കൾ കൂട്ടിൽ കയറി ആടുകളെ കടിച്ചുകൊന്നു. നഷ്ടമായത് വിധവയായ വീട്ടമ്മയുടെ ഉപജീവനമാർഗം. ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ മുകുന്ദൻ ചെരിഞ്ഞു. ദീർഘനാളായി ചികിത്സയിലായിരുന്ന ആനയുടെ അന്ത്യം ഇന്നു രാവിലെ തെക്കേപ്പറമ്പിലെ കെട്ടുംതറിയിൽ. മുകുന്ദന്റെ വിയോഗത്തോടെ ദേവസ്വത്തിലെ ആനകളുടെ എണ്ണം 38 ചുരുങ്ങി. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മന്ത്രിമാരെ പാർട്ടിയെ മുഖ്യമന്ത്രിയും നിയന്ത്രിക്കുന്ന വിചിത്രമായ സ്ഥിതിവിശേഷമെന്ന് കെ മുരളീധരൻ. വിദ്യാഭ്യാസ രംഗം കുത്തഴിഞ്ഞ നിലയിലായി. പുതിയതായി വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത വിദ്യാർത്ഥികൾ പഠനാവശ്യത്തിന് കേരളം വിട്ടതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറയാൻ പ്രധാന കാരണമായതെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഷൊർണൂരിൽ KPSTA സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ മുരളീധരൻ. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളിൽ അധ്യാപകരെ വിശ്വാസത്തിലെടുക്കണമെന്നും കെ മുരളീധരൻ MP ആവശ്യപ്പെട്ടു. പൊതുവിദ്യാഭ്യാസ രംഗം നാഥനില കളരിയായി മാറുകയാണ്. കേന്ദ്രത്തിൽ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിൽ ചുവപ്പുവൽക്കരണത്തിലൂടെ വിദേശ രാഷ്ട്രങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ പഠനാവശ്യത്തിന് പോകേണ്ട അവസ്ഥയായി. പുതിയ വോട്ടർ പട്ടികയിൽ ചേർത്ത പലരും പഠനാവശ്യത്തിന് പുറത്തു പോകേണ്ടി വന്നതാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും പോളിംഗ് ശതമാനം കുറയാനിടയാക്കിയതെന്നും കെ മുരളീധരൻ ചൂണ്ടിക്കാട്ടി. മന്ത്രിമാർ പാർട്ടിയുടെ കളിപ്പാവകളാണ്. മന്ത്രിമാരെ പാർട്ടി ഭരിക്കുമ്പോൾ പാർട്ടിയെ മുഖ്യമന്ത്രി ഭരിക്കുന്ന വിചിത്രമായ സാഹചര്യമാണ് കേരളത്തിലുള്ളതെന്നും കെ മുരളീധരൻ ആക്ഷേപിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിനെക്കുറിച്ച്, ആ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിന്റെ കാരണങ്ങളിൽ പ്രധാനം പുതിയതായി വോട്ടർ പട്ടികയിൽ ചേർത്ത 18 വയസ്സ് കഴിഞ്ഞ പല വിദ്യാർത്ഥികളും ഇന്ന് കേരളത്തിലില്ല. കാരണം വിദ്യാഭ്യാസ രംഗത്തെ പാളിച്ചകളും തകരാറും കാരണം പലരും മറ്റ് സംസ്ഥാനങ്ങളിലോ മറ്റ് രാജ്യങ്ങളിലോ പഠിക്കാൻ പോയി. ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലാണ് യങ് ജനറേഷൻ്റെ ഒരു കാര്യമായിട്ടുള്ള കുറവ് ഇത്തവണത്തെ പോളിംഗിൽ ഉണ്ടായത്. അവർക്ക് ഈ രാജ്യത്തിനോട് ജനാധിപത്യത്തിനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പലരും പഠിക്കാൻ പുറത്തു പോയതിനു ശേഷം തിരിച്ചു വന്ന് വോട്ട് ചെയ്തുവാനുള്ള ഒരു മാനസികാവസ്ഥ പലർക്കും ഉണ്ട്. ഏതാണ്ട് കഴിഞ്ഞ 2 വർഷമായി കേരളത്തിൽ നിലനിൽക്കുന്ന ചാൻസലർ, വൈസ് ചാൻസലർ പോലും അത് എത്ര വിദ്യാർത്ഥികളുടെ ഭാവി അവകാശത്തിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ആ പ്രശ്നത്തിന് ഇപ്പോഴും പരിഹാരമായിട്ടില്ല. ഗവർണറുമായിട്ട് വേണ്ട നേരത്തെ സർക്കാർ ഒത്തുതീർപ്പുണ്ടാക്കുന്നുണ്ട്, ഗവർണർ തിരിച്ച് ഒത്തുതീർപ്പുണ്ടാക്കുന്നുണ്ട്. പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ മാത്രം താല്പര്യമില്ല. ഇപ്പൊ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും അധികം കുത്തഴിഞ്ഞ അവസ്ഥ. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത മന്ത്രിമാർ പിന്നെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. പാർട്ടി നേരിട്ട് ഭരിക്കുകയാണ്. മന്ത്രിമാർ ഈ പാർട്ടിയുടെ കയ്യിലെ കളിപ്പാവകൾ മാത്രമാണ്. മന്ത്രിമാരെ പാർട്ടി ഭരിക്കുന്നു, പാർട്ടിയുടെ മുഖ്യമന്ത്രി ഭരിക്കുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെയും ഉത്തരവ് വരുന്നത് ഒരു കേന്ദ്രത്തിൽ നിന്ന്. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു. മുൻ സംസ്ഥാന പ്രസിഡന്റ് സി പ്രദീപ്,
പി കെ അരവിന്ദൻ, വട്ടപ്പാറ അനിൽകുമാർ, ഷാഹിദ റഹ്മാൻ, എൻ രാജ്മോഹൻ, കെ രമേശൻ, ബി ബിജു, ബി സുനിൽകുമാർ, അനിൽ വെഞ്ഞാറമോട്, ടി യു സാദത്ത്, സാജു ജോർജ്, പി എസ് ഗിരീഷ് കുമാർ, പി വി ജ്യോതി, ബി ജയചന്ദ്രൻ പിള്ള, ജോൺ ബോസ്കോ, വർഗീസ് ആൻ്റണി, പി എസ് മനോജ്, വിനോദ് കുമാർ, പി എം നാസർ, ജി കെ ഗിരീഷ്, എം കെ അരുണ എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ എം സി ദിലീപ് കുമാർ, കെ അബ്ദുൽ മജീദ് എന്നിവർ ദേശീയ വിദ്യാഭ്യാസ നയവും കേരളത്തിലെ ഏകീകരണ പ്രക്രിയയും സംഘടനയും പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഇടപെടലുകളും എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു. ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വേനൽ മഴയിൽ പറളി മേഖലയിൽ പരക്കെ നാശനഷ്ടം. കാറ്റിലും മഴയിലും മരം വീണ് വീട് തകർന്നു. പ്രദേശത്ത് നിരവധി വൈദ്യുതി പോസ്റ്റുകളും തകർന്നിട്ടുണ്ട്. കാത്തിരുന്നെത്തിയ വേനൽ മഴ വലിയ രീതിയിലുള്ള നാശമാണ് പറളി കോട്ടായി മേഖലകളിൽ വിതച്ചത്. മഴയ്ക്കൊപ്പമെത്തിയ ശക്തമായ കാറ്റിലാണ് വലിയ നാശനഷ്ടമുണ്ടായത്. മഴയിലും കാറ്റിലും മരം വീണ് പറളി തേനൂരിൽ വീട് ഭാഗികമായി തകർന്നു. തേനൂർ കല്ലേമൂച്ചിക്കൽ മണ്ഡകത്തിൽ സന്തോഷ് കുമാറിൻ്റെ വീടാണ് സമീപത്തെ തെങ്ങും മാവും പൊട്ടി വീണ് ഭാഗികമായി തകർന്നത്. വീട്ടുകാർ വീടിൻ്റെ മറുഭാഗത്തായിരുന്നതിനാൽ ആർക്കും പരിക്കില്ല. പഞ്ചായത്ത് റവന്യൂ അധികൃതർ സ്ഥലം സന്ദർശിച്ചു. കോട്ടായി മേഖലയിൽ മരങ്ങൾ കടപുഴകി വീണും കൊമ്പുകൾ പൊട്ടി വീണും വൈദ്യുതി പോസ്റ്റുകൾ വ്യാപകമായി തകർന്നിട്ടുണ്ട്. ഒരു ദിവസം മുഴുവൻ മേഖലയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മണ്ണൂർ മേഖലയിൽ വേനൽ മഴ പെയ്തതോടെ പാതകൾ ചളിക്കുളമായെന്ന് പരാതി. പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വശങ്ങൾ വെട്ടിപ്പൊളിച്ച പാതകളാണ് സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിലായതെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസമുണ്ടായ വേനൽ മഴയിൽ മണ്ണൂരിലെ മിക്ക റോഡുകളും തകർന്ന അവസ്ഥയാണെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാൻ നടപടി ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തി നേതാക്കൾ പ്രതിഷേധിച്ചു. പഞ്ചായത്തിലെ എല്ലാ പ്രദേശങ്ങളിലും റോഡുകൾ തകർന്ന അവസ്ഥയാണെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. പൈപ്പിടാനായി മാസങ്ങൾക്ക് മുമ്പ് പൊളിച്ച റോഡുകൾ ഇതുവരെ നന്നാക്കിയിട്ടില്ല. മഴക്കാലമെത്തുമ്പോഴേക്കും റോഡുകൾ നന്നാക്കിയില്ലെങ്കിൽ യാത്രാ ദുരിതം രൂക്ഷമാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാൻ പഞ്ചായത്ത് സത്വര നടപടി സ്വീകരിക്കണമെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം ശിവപ്രകാശ് ആവശ്യപ്പെട്ടു. പ്രതിഷേധത്തിന് എം ശിവപ്രകാശ്, പി എ സക്കറിയ, വി എം സിദ്ദിഖ് കൊട്ടക്കുന്ന്, എ ഫൈസൽ, റഫീഖ്, എസ് ഇബ്രാഹിം തുടങ്ങിയവർ നേതൃത്വം നൽകി. മിക്ക റോഡുകളും ജലജീവൻ മിഷൻ്റെ സൗകര്യമെന്ന് പറഞ്ഞ് മിക്ക റോഡുകളും കയറി നശിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലവസ്ഥയായിട്ടുണ്ട്. ഇത്ര ദിവസങ്ങളായിട്ട് ഭരണസമിതിയോ മറ്റോ അത്തരം റോഡുകളിൽ തിരിഞ്ഞു നോക്കുപോലും ഉണ്ടായിട്ടില്ല. ജനങ്ങൾ വളരെ ദുരിതത്തിലായ ഈ സമയത്ത് കോൺഗ്രസിനെതിരെ ശക്തമായി പ്രതികരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂരിലെ റോഡുകളുടെ തകർച്ചയ്ക്ക് പരിഹാരം ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗും രംഗത്ത്. ഗ്രാമപഞ്ചായത്തും സ്ഥലം MLAയും ഇടപെട്ട് മഴക്കാലത്തിനു മുമ്പ് ഗ്രാമീണ പാതകൾ സഞ്ചാരയോഗ്യമാക്കണമെന്ന് ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടു. ജൽജീവൻ മിഷൻ പൈപ്പിടാനാണ് റോഡ് മാസങ്ങൾക്ക് മുമ്പ് വെട്ടിപ്പൊളിച്ചത്. എന്നാൽ പണി പൂർത്തീകരിച്ച ഭാഗങ്ങൾ പോലും 7 മാസം കഴിഞ്ഞിട്ടും പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടിയായിട്ടില്ല. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ തന്നെ എല്ലാ ഗ്രാമീണ റോഡുകളും തകർന്നു. മഴക്കാലം എത്തും മുമ്പ് റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ നടപടിയെടുക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു. മണ്ണൂർ പഞ്ചായത്തും MLAയും ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് മുസ്ലിം ലീഗ് കോങ്ങാട് മണ്ഡലം ട്രഷറർ VM അൻവർ സാദിഖ് ആവശ്യപ്പെട്ടു. കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കി തകർന്ന റോഡുകൾ എത്രയും വേഗം നന്നാക്കാൻ വേണ്ട നടപടികൾ അധികാരികൾ ചെയ്യണം. അതല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ശക്തമായ സമരവുമായി മണ്ണൂർ പഞ്ചായത്തിൽ ജനങ്ങളുടെ കൂടെ, ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ കൂടെ എന്നും നിൽക്കാറുള്ളത് പോലെ ഈ പ്രശ്നത്തിലും ശക്തമായി ജനങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്നുള്ള ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പറളിയിൽ നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ ഓട്ടോറിക്ഷയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്ക്. ഓട്ടോ ഡ്രൈവർ പട്ടാമ്പി സ്വദേശി രഞ്ജുവിനെ ഗുരുതര പരിക്കുകളോടെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പറളി ചന്തപുരയിൽ ശനിയാഴ്ച പുലർച്ചെയാണ് അപകടമുണ്ടായത്. പച്ചക്കറിയുമായി വരികയായിരുന്ന ഓട്ടോ നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ ഇടിക്കുകയായിരുന്നു. മങ്കര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ദേശമംഗലം ഒലിച്ചിയിൽ തെരുവ് നായ്ക്കൾ കൂട്ടിൽ കയറിയ ആടുകളെ കടിച്ചുകൊന്നു. നിർധന കുടുംബത്തിൻ്റെ ഉപജീവന മാർഗമാണ് ഇതോടെ നഷ്ടമായത്. 8ഓളം നായ്ക്കളാണ് കൂട് തകർത്ത് ആടുകളെ ആക്രമിച്ചത്.
ഉപജീവനമാർഗമായ ആടുകളെ തെരുവുനായ്ക്കൾ കൂട്ടിൽ കയറി കടിച്ചു കൊന്നതിൻ്റെ വിഷമത്തിൽ മനം നൊന്ത് കരയുകയാണ് ഈ വീട്ടമ്മ. ഒലിച്ചി ചേനത്തുകാട് വാലിക്കുളങ്ങര വീട്ടിൽ പരേതനായ ഹരിദാസൻ്റെ ഭാര്യ സുഭാഷിണിയുടെ 6 ആടുകളെയാണ് കൂട്ടിൽ കയറി തെരുവുനായ്ക്കൾ കടിച്ചു കൊന്നത്. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞായിരുന്നു സംഭവം. 8ഓളം തെരുവുനായ്ക്കളാണ് കൂട്ടിൽ കയറി ആടുകളെ ആക്രമിച്ചതെന്ന് സുഭാഷിണി പറഞ്ഞു. ഈ സമയത്ത് ഇവർ അയൽവീട്ടിലായിരുന്നു. ആടുകളുടെ നിലവിളി കേട്ട് നാട്ടുകാരോടിയെത്തിയാണ് നായ്ക്കളെ ഓടിച്ചത്. എന്നാൽ കൂട്ടിലുണ്ടായിരുന്ന മുഴുവൻ ആടുകളെയും നായ്ക്കൾ കടിച്ചു കൊന്നിരുന്നു. ഇതിൽ ഒരാട് ഗർഭിണിയുമായിരുന്നു. 8 വർഷം മുമ്പാണ് സുഭാഷിണിയുടെ ഭർത്താവ് ഹരിദാസ് വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് മരണപ്പെട്ടത്. കൂലിപ്പണിയെടുത്തായിരുന്നു പിന്നീട് സുഭാഷിണിയുടെ ജീവിതം. ഇതിൽ സ്വരൂപിച്ച പണം കൊണ്ടാണ് ആടുകളെ വാങ്ങിയത്. അമ്മ പത്മാവതിയും മകൻ ശരത്തുമാണ് സുഭാഷിണിക്കൊപ്പം ഇവിടെ താമസം. സംഭവ സമയത്ത് മറ്റു 2 പേരും ബന്ധുവീട്ടിലായിരുന്നു. പ്രദേശത്ത് തെരുവുനായ്ക്കളുടെ ശല്യം അതിരൂക്ഷമാണ്. അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർക്ക് പരാതിയുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഈസ്റ്റ് ഒറ്റപ്പാലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനോടുള്ള ഒറ്റപ്പാലം നഗരസഭയുടെ അവഗണന അവസാനിപ്പിക്കണമെന്ന് അധ്യാപക രക്ഷാകർതൃ സമിതി. സ്കൂളിൽ സ്ഥാപിച്ച CCTV അനുമതി റദ്ദാക്കിയ ചെയർപേഴ്സന്റെ നടപടി അംഗീകരിക്കാനാകില്ലെന്ന് PTA ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. വസ്തുതാവിരുദ്ധമായ പരാതിയിൽ അന്വേഷണം പോലും നടത്താതെയാണ് വിദ്യാലയത്തിലെ CCTVയുടെ അനുമതി റദ്ദാക്കിയതെന്ന് സ്കൂൾ PTA പ്രസിഡന്റ് PMA ജലീൽ ചൂണ്ടിക്കാട്ടി. CCTV ക്യാമറ പിൻവലിച്ചത് അച്ചടക്കത്തെ ബാധിച്ചിട്ടുണ്ട്. സ്കൂളിലെ റിസൾട്ടിനെയും ഇത് പ്രതികൂലമായി ബാധിച്ചു. 2018 സ്കൂളിലെ പുതിയ ഹയർ സെക്കൻഡറി കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിനായി 3.5 കോടി രൂപ സർക്കാർ അനുവദിച്ചെങ്കിലും നാളിതുവരെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ നടപടിയായിട്ടില്ല. പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഒഴിച്ചിട്ട LP വിഭാഗം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി. സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ നീക്കിവെച്ച 13 ലക്ഷം രൂപയിൽ 1 രൂപ പോലും നഗരസഭ ചിലവഴിച്ചിട്ടില്ല. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ PTA ഉന്നയിച്ച 7 ആവശ്യങ്ങളിൽ ഒന്നുപോലും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയില്ലെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ഒറ്റപ്പാലം നഗരസഭയിലെ ഏക സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിനോടുള്ള നഗരസഭയുടെ അവഗണന കുറ്റകരമാണെന്ന് PTA പ്രസിഡന്റ് PMA ജലീൽ പറഞ്ഞു. സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പരിഹരിക്കുന്നതിൽ ഈ നഗരസഭ കടുത്ത വീഴ്ചയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ പദ്ധതിയിൽ വെച്ച 1 രൂപ പോലും ഇതുവരെ ചെലവഴിച്ചില്ല. 2024-25 അധ്യയന സാമ്പത്തിക വർഷത്തിൽ സ്കൂളിൽ നിന്ന് ഔദ്യോഗികമായി 7 പദ്ധതികൾ പ്രിൻസിപ്പൽ എഴുതി നൽകിയിട്ടും 1 പദ്ധതി പോലും ഈ മുനിസിപ്പാലിറ്റിയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി. ചരിത്രത്തിൽ ആദ്യമാണ്, ഈ നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമാണ് ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിന് 1 രൂപ പോലും ചെലവ് മാറ്റിവെക്കാത്ത പദ്ധതി ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്കൂളിന്റെ അച്ചടക്കവും അതോടൊപ്പം തന്നെ പഠന നിലവാരവും ഉയർത്തുന്നതിന് വേണ്ടി സ്പോൺസർമാരെ കണ്ടെത്തി സ്ഥാപിച്ച, ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് അനുമതി വാങ്ങിക്കൊണ്ട് സ്ഥാപിച്ച CCTV ക്യാമറകളുടെ പ്രവർത്തനം നഗരസഭയുടെ ഏകപക്ഷീയമായ നിലപാട് മൂലം അത് പ്രവർത്തനരഹിതമാക്കുന്ന ചെയർപേഴ്സന്റെ ഉത്തരവ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ നഗരസഭ സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ ഇല്ലാതാക്കുന്നു എന്ന് മാത്രമല്ല, PTA-യുടെയും മറ്റും പ്രവർത്തന ഫലമായി നേടിയെടുത്ത വികസനങ്ങളെ, പുരോഗതിയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. PTA ഭാരവാഹികളായ ഫാത്തിമ സുഹറ, ഷീബ സുരേഷ്, മദർ PTA പ്രസിഡന്റ് സാജിദ അസ്ലം എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ മുകുന്ദൻ ചെരിഞ്ഞു. 55 വയസ്സായിരുന്നു. രാവിലെ 9:40 തെക്കേപ്പറമ്പിലെ കെട്ടുംതെറിയിലായിരുന്നു അന്ത്യം. ദീർഘനാളായി ചികിത്സയിലായിരുന്നു ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ മുകുന്ദൻ. കോഴിക്കോട് സാമൂതിരി രാജ 1986 സെപ്റ്റംബർ 8 മുകുന്ദനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടയിരുത്തിയത്. 2006 മുതൽ ഇടത്തെ പിൻകാൽ മടങ്ങാത്ത അവസ്ഥയിലായിരുന്നു. ഇതേ തുടർന്ന് മുകുന്ദനെ ആനത്താവളത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാറില്ല. ആനത്താവളത്തിനകത്ത് സ്ഥിരമായി നടത്തിക്കാറുണ്ട്. 2 ആഴ്ച മുമ്പ് തളർന്നു വീണ കൊമ്പനെ ക്രെയിൻ ഉപയോഗിച്ചാണ് എഴുന്നേൽപ്പിച്ചത്. ഇതിനുശേഷം തീർത്തും അവശനായിരുന്നു. മുകുന്ദൻ്റെ വിയോഗത്തോടെ ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ എണ്ണം 38 ചുരുങ്ങി. ന്യൂസ് ബ്യൂറോ,
തൃശൂർ. മാത്തൂർ CFD സ്കൂളിലെ അന്താരാഷ്ട്ര കായിക താരങ്ങളെയും കായികാധ്യാപകൻ കെ സുരേന്ദ്രനെയും ആദരിച്ചു. ചടങ്ങ് കോട്ടായി സർക്കിൾ ഇൻസ്പെക്ടർ KG ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. കായികക്ഷമതയും പരിശീലനവും ജീവിതത്തിൽ ഏതുതരം പ്രതിസന്ധികളെയും മറികടക്കാൻ പ്രാപ്തനാക്കുമെന്ന് KG ഗോപകുമാർ പറഞ്ഞു. ഒരു വിദ്യാർത്ഥി സ്കൂളിൽ പഠിക്കുന്നു, അവനെ പഠിപ്പിക്കുന്നു നല്ലപോലെ, വീട്ടുകാർക്കായാലും അധ്യാപകരായാലും അവൻ പഠിക്കുന്നു. അതിനുശേഷം അവൻ ഹയർ വിദ്യാഭ്യാസത്തിന് വേണ്ടി മറ്റു പല സംസ്ഥാനങ്ങളിലും മറ്റിടത്ത് പോകുന്നു. അപ്പം നമ്മുടെ നാട്ടില് കോമ്പീറ്റ് ചെയ്തതിൽ വ്യത്യസ്തമായി ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള കോമ്പീറ്റൻസിനെ അവിടെ കിട്ടുന്നു. അവിടെ പലപ്പോഴും ഇവരെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അത് പലപ്പോഴും ആത്മഹത്യയിലേക്കും മറ്റ് മാനസിക പ്രശ്നങ്ങളിലേക്കും. ദുബായിൽ നടന്ന ഏഷ്യൻ ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ അഭിമാന നേട്ടം കൈവരിച്ച മാത്തൂർ CFD സ്കൂളിലെ അന്താരാഷ്ട്ര കായിക താരം P. അഭിരാമനും ദേശീയ സ്കൂൾ കായികമേളയിൽ സ്വർണ്ണമണിഞ്ഞ K. അഭിജിത്തിനും സ്കൂളിലെ കായികാധ്യാപകനും GV രാജ അവാർഡ് ജേതാവുമായ K. സുരേന്ദ്രൻ മാസ്റ്റർക്കുമാണ് ആദരമൊരുക്കിയത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മാനേജർ V. ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. CFD വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ എൽറ്റിൻ തോമസ്, PTA പ്രസിഡന്റ് PR പ്രകാശൻ, സ്റ്റാഫ് സെക്രട്ടറി CBP ബേബി, CFD ഹൈസ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി KA മഞ്ജു എന്നിവർ സംസാരിച്ചു. കായികാധ്യാപകൻ K. സുരേന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. CFD ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ T. അനിത സ്വാഗതവും പ്രധാനാധ്യാപിക G. ലീന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. അന്താരാഷ്ട്ര ജൈവവൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് ഹരിത കേരളം മിഷൻ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ജില്ലാതല ജൈവവൈവിധ്യ ക്വിസ് മത്സരത്തിൽ പറളി HSS 9ാം ക്ലാസ് വിദ്യാർത്ഥി VS ശ്രീജിത്തിന് 1ാം സ്ഥാനം. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ കളക്ടർ ഡോക്ടർ S. ചിത്ര സമ്മാനദാനം നിർവഹിച്ചു. ക്വിസ് മത്സരത്തിൽ പറളി HSSലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി A. അജ്സലിനാണ് 2ാം സ്ഥാനം. ശ്രീകൃഷ്ണപുരം ബ്ലോക്കിലെ കുട്ടണശ്ശേരി AUP സ്കൂൾ 7ാം ക്ലാസ് വിദ്യാർത്ഥി KP അനന്തകൃഷ്ണ 3ാം സ്ഥാനവും മലമ്പുഴ ബ്ലോക്കിലെ PMGHS വിദ്യാർത്ഥി ആയുഷ് രാജ് 4ാം സ്ഥാനവും നേടി. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ കളക്ടർ ഡോക്ടർ S. ചിത്ര സമ്മാനദാനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ, നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ P. സൈതലവി എന്നിവർ സംസാരിച്ചു. നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ഭാരവാഹി ലത ആനോത്ത് ക്വിസ് മാസ്റ്ററായിരുന്നു. ബ്ലോക്ക് തല ക്വിസ് മത്സര വിജയികളാണ് ജില്ലാതല മത്സരത്തിൽ പങ്കെടുത്തത്. 13 ബ്ലോക്കുകളെ പ്രതിനിധീകരിച്ച് 45 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വിജയികൾക്ക് മൂന്നാറിൽ സംഘടിപ്പിക്കുന്ന നീലക്കുറിഞ്ഞി ജൈവവൈവിധ്യ പഠനോത്സവം ക്യാമ്പിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. +2 പരീക്ഷയിൽ A+ നേടിയ വിദ്യാർത്ഥികളെയും SSLC വിജയികളെയും മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റി അനുമോദിച്ചു. അനുമോദന യോഗം IUML കോങ്ങാട് മണ്ഡലം ട്രഷറർ VM അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. CA റിനീഷ, മുഹമ്മദ് ലത്തീഫ്, ജാസിഫ്, AK അനുഷ, ഇഹ്സാൻ, മുഹമ്മദ് നിഷാം, മുഹമ്മദ് അസ്ലഹ്, ഹിഷാം എന്നിവരെയാണ് മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റി ഉപഹാരവും മെഡലും നൽകി അനുമോദിച്ചത്. ഉപഹാര സമർപ്പണം മുസ്ലിം ലീഗ് കോങ്ങാട് മണ്ഡലം ട്രഷറർ VM അൻവർ സാദിഖ് നിർവഹിച്ചു. SSLCയിലും ഫുൾ A+ വാങ്ങി മണ്ണൂർ പഞ്ചായത്തിലെ വിദ്യാഭ്യാസപരമായിട്ടുള്ള മുന്നേറ്റത്തിന് വളരെയധികം പ്രചോദനമായ, ഭാവിയിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് പ്രചോദനമായ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികൾ ഇനിയും ഉയരങ്ങളിലേക്ക് എത്താനും ഇനിയും അവരുടെ വിദ്യാഭ്യാസപരമായ വളർച്ചകൾ ഉണ്ടാകാനും ഉന്നത തലത്തിൽ മണ്ണൂർ പഞ്ചായത്തിൻ്റെ യശസ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നമ്മുടെ കയ്യൊപ്പ് ചാർത്താനും കഴിയട്ടെ. അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. KM അബ്ദുൽ ഹക്കീം, KP മുനീർ, PU റജുല, മുസദ്ദിഖ്, നൂരിഷ, S. ഷഫീർ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ മറുപടി പ്രസംഗം നടത്തി. പത്രിപ്പാല സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായിരുന്നു. എനിക്ക് ഇന്ന് ഈ പുരസ്കാരം നൽകിയ അൻവർ സാദിഖ് സാറിനും മുസ്ലിം ലീഗ് എല്ലാവർക്കും നന്ദി. ഇനി എനിക്ക് MBBS എടുക്കണം എന്നാണ് ആഗ്രഹം. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സമ്പൂർണ്ണ A+ നേടിയ വിദ്യാർത്ഥികളെയും LSS വിജയികളെയും NCP മണ്ണൂർ മണ്ഡലം കമ്മിറ്റി അനുമോദിച്ചു. അനുമോദന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത ഉദ്ഘാടനം ചെയ്തു. ജയിക്കുന്ന കുട്ടികളാണെങ്കിലും അതുപോലെ തന്നെ അന്ന് ഡിസ്റ്റിങ്ഷനോ റാങ്കോ അങ്ങനെയൊക്കെയാണ് അന്ന് ഉണ്ടാകുന്നത്. പക്ഷെ ഇന്നിപ്പോൾ
ഗ്രേഡിംഗ് സംവിധാനമായി. അപ്പോൾ ആ ഗ്രേഡിങ്ങിൽ മാറ്റം വന്നു. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് A+ ആയി. അപ്പോൾ ആ രീതിയിലുള്ള മാറ്റങ്ങൾ ഇപ്പം ഒന്ന് വന്നു. അപ്പോൾ എല്ലാ കുട്ടികളും അതായത് ഇപ്പോൾ 8ാം ക്ലാസ് തുടങ്ങിക്കൊണ്ട് തന്നെ ഒരുവിധം തെറ്റില്ലാതെ പഠിക്കുന്ന കുട്ടികളെ അപ്പം തുടങ്ങിയിട്ട് ആളുകൾ അധ്യാപകരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും അതിനെ കൃത്യമായി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക. എന്താണ് ശ്രീലയ, അഫ്രീൻ ഫാത്തിമ, മുഹമ്മദ് ലത്തീഫ് എന്നീ വിദ്യാർത്ഥികളെയും കിഴക്കുംപുറം AJB സ്കൂളിൽ നിന്ന് LSS പരീക്ഷയിൽ വിജയികളായ മുഹമ്മദ് റയ്യാൻ, മുഹമ്മദ് അഫ്ലഹ്, മുഹമ്മദ് ഹിഷാം എന്നിവരെയുമാണ് ചടങ്ങിൽ അനുമോദിച്ചത്. വാർഡ് മെമ്പർ ഷഫീന നജീബ് അധ്യക്ഷത വഹിച്ചു. K. ശങ്കരനാരായണൻ, V. ഹരിദാസ്, K. നാരായണൻ, T. സതീഷ് കുമാർ, NS ഹംസ, P. വിനോദ്, A. ഷഫീഖ്, K. അഫ്സൽ, ശ്രീലത തുടങ്ങിയവർ പങ്കെടുത്തു. SJN നജീബ് സ്വാഗതവും P. പ്രമോദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പേരൂർ കൈപ്പയിൽ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി ആഘോഷിച്ചു. വൈകിട്ട് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പ് വർണ്ണാഭമായി. രാവിലെ വിശേഷ പൂജകളോടെയാണ് താലപ്പൊലി ചടങ്ങുകൾക്ക് തുടക്കമായത്. ഉച്ചയ്ക്ക് ശേഷം പേരക്കുളത്ത് നിന്ന് കുമ്മാട്ടി പുറപ്പെട്ടു. തുടർന്ന് മന്തത്ത് കേളി, ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിൻ്റെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. വൈകിട്ട് വിവിധ വേലകൾ ക്ഷേത്രത്തിലെത്തി അണിനിരന്നു. വൈകിട്ട് പഞ്ചവാദ്യം, തുടർന്ന് പാണ്ടിമേളം എന്നിവയുമുണ്ടായി. പുലർച്ചെ കൂറ ഇറക്കലോടെ ആഘോഷ പരിപാടികൾ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാത്തൂർ CFD സ്കൂളിൽ സൗജന്യ പഠനോപകരണ വിതരണം നടന്നു. സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ നേതൃത്വത്തിലാണ് സ്കൂൾ ബാഗ്, നോട്ട് ബുക്ക് തുടങ്ങിയ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. സ്കൂൾ മാനേജർ V. ദിവാകരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പ്രധാന അധ്യാപിക G. ലീന അധ്യക്ഷത വഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ മന്ത്രിമാരെ പാർട്ടിയെ മുഖ്യമന്ത്രിയും നിയന്ത്രിക്കുന്ന വിചിത്രമായ സ്ഥിതിവിശേഷമെന്ന് K. മുരളീധരൻ. വിദ്യാഭ്യാസ രംഗം കുത്തഴിഞ്ഞ നിലയിൽ. ചാൻസലർ, വൈസ് ചാൻസലർ പോരെ കുട്ടികളുടെ ഭാവിക്ക് ഭീഷണിയാകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് പുതിയ വോട്ടർമാരായ വിദ്യാർത്ഥികൾ പഠനാവശ്യത്തിന് കേരളത്തോട് സലാം പറഞ്ഞതുകൊണ്ടെന്നും K. മുരളീധരൻ. KPSTA സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പ് ഷൊർണൂരിൽ. ഒറ്റപ്പാലം ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനോടുള്ള നഗരസഭയുടെ അവഗണന അവസാനിപ്പിക്കണമെന്ന് അധ്യാപക രക്ഷാകർതൃ സമിതി. സ്കൂളിലെ CCTV ക്യാമറയുടെ പ്രവർത്തനാനുമതി വസ്തുതാവിരുദ്ധമായ പരാതിയെ തുടർന്ന് നിഷേധിച്ചത് പ്രതിഷേധാർഹം. വിദ്യാലയത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ നീക്കിവെച്ച 13 ലക്ഷം രൂപ നഗരസഭ പാഴാക്കി. നടപ്പു സാമ്പത്തിക വർഷം ഒരു പദ്ധതി പോലും നടപ്പാക്കിയില്ലെന്നും 2018 പുതിയ ഹയർ സെക്കൻഡറി കെട്ടിട നിർമ്മാണത്തിന് സർക്കാർ 3.5 കോടി രൂപ അനുവദിച്ചിട്ടും ഇതുവരെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചില്ലെന്നും PTA ഭാരവാഹികൾ. വേനൽ മഴയിൽ പറളി കോട്ടായി മേഖലയിൽ പരക്കെ നാശനഷ്ടം. മരം വീണ് തേനൂരിൽ വീട് ഭാഗികമായി തകർന്നു. വൈദ്യുതി പോസ്റ്റുകൾ തകർന്നതോടെ മേഖലയിൽ വൈദ്യുതി വിതരണം താറുമാറായി. മണ്ണൂരിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ ചാലെടുത്ത ഗ്രാമീണ റോഡുകൾ ചെളിക്കുളമായതോടെ യാത്രാക്ലേശം രൂക്ഷം. പ്രതിഷേധവുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. നടപടി ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗും രംഗത്ത്. ആടുജീവിതവും അനുവദിക്കാതെ അക്രമകാരികളായ തെരുവുനായ്ക്കൾ. ദേശമംഗലം ഒലിച്ചിയിൽ കൂട്ടമായെത്തിയ തെരുവുനായ്ക്കൾ കൂട്ടിൽ കയറി ആടുകളെ കടിച്ചുകൊന്നു. നഷ്ടമായത് വിധവയായ വീട്ടമ്മയുടെ ഉപജീവനമാർഗം. ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ മുകുന്ദൻ ചെരിഞ്ഞു. ദീർഘനാളായി ചികിത്സയിലായിരുന്ന ആനയുടെ അന്ത്യം ഇന്നു രാവിലെ തെക്കേപ്പറമ്പിലെ കെട്ടുംതറിയിൽ. മുകുന്ദന്റെ വിയോഗത്തോടെ ദേവസ്വത്തിലെ ആനകളുടെ എണ്ണം 38 ചുരുങ്ങി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.